നമസ്കാരം. നമ്മുടെ പ്രപഞ്ചം അനന്തമായ വിസ്മയങ്ങളുടെയും അപ്രതീക്ഷിതമായ പ്രതിഭാസങ്ങളുടെയും ഒരു വലിയ കലവറയാണ്. ദൂരദർശിനികളുടെ സഹായത്തോടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് പലപ്പോഴും പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അമൂല്യമായ നിമിഷങ്ങൾ ലഭിക്കാറുണ്ട്. അത്തരത്തിൽ വിരളമായ ഒരു പ്രതിഭാസത്തിനാണ് വാനശാസ്ത്രലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങൾ തത്സമയം പകർത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ കണ്ടെത്തൽ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ഭൂമിയിൽ നിന്ന് 11,000 പ്രകാശവർഷം അകലെയുള്ള സൂര്യന് സമാനമായ ജിയ 20 ESK എന്ന നക്ഷത്രത്തിന് ചുറ്റുമാണ് ഈ മഹാസംഭവം നടന്നത്. പപ്പിസ് എന്ന നക്ഷത്ര സമൂഹത്തിനടുത്താണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ്ടൺ സർവകലാശാലയിലെ ആസ്ട്രോണമി വിഭാഗം ഗവേഷകനായ അനസ്റ്റോസിയസ് സാഡിക്കാസിൻ്റെ നേതൃത്വത്തിലുള്ള പഠന റിപ്പോർട്ട് മാർച്ച് 11 ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിലാണ് പ്രസിദ്ധീകരിച്ചത്. സാധാരണഗതിയിൽ ശാന്തമായി കാണപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ പെട്ടെന്നുണ്ടായ വ്യതിയാനങ്ങളാണ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ അവിടേക്ക് തിരികാൻ കാരണമായത്. ഗ്രഹങ്ങളുടെ കൂട്ടിയിട്ട് തിരിച്ചറിയുവാൻ ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞർക്ക് തുണയായത്. 2016 വരെ തികച്ചും സ്ഥിരതയുള്ള പ്രകാശം പുറപ്പെടുവിച്ചിരുന്ന ഈ നക്ഷത്രത്തിൻ്റെ തിളക്കം 2021 ഗണ്യമായി കുറയുവാൻ തുടങ്ങി. നക്ഷത്രത്തിന് മുന്നിലൂടെ എന്തോ ഒന്ന് കടന്നു പോകുന്നതായി തോന്നിച്ചെങ്കിലും സാധാരണ സംഭവിക്കുന്ന ഗ്രഹസംക്രമണം പോലെ ആയിരുന്നില്ല ഇത്. ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ അവിടെ അസാധാരണമാം വിധം ചൂട് കൂടുന്നതായും വലിയ തോതിൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കണ്ടെത്തി. രണ്ട് കൂറ്റൻ ഗ്രഹങ്ങൾ പരസ്പരം ഉരസുകയും പിന്നീട് അതിശക്തമായി കൂട്ടിയിടിക്കുകയും ചെയ്തതാണ് ഇതിന് കാരണമെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചു. ഈ കണ്ടുപിടുത്തം നമ്മുടെ ഭൂമിയുടെ ഭൂതകാലത്തെ പുനഃസൃഷ്ടിക്കുന്നത് പോലെയാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയും മറ്റൊരു ഗ്രഹമായ തിയയും തമ്മിലുണ്ടായ കൂട്ടിയിടിയുടെ ഫലമാണ് ചന്ദ്രൻ എന്നാണ് സിദ്ധാന്തം. ആ സംഭവത്തിൻ്റെ സമാനമായ ഒരു പതിപ്പാണ് ഇപ്പോൾ ജിയ 20 ESK നക്ഷത്രത്തിന് ചുറ്റും നടക്കുന്നത്. ഈ കൂട്ടിയിടിയുടെ ഫലമായി രൂപപ്പെട്ട ധൂളിപടലങ്ങൾ ആ നക്ഷത്രത്തിൽ നിന്ന് ഏകദേശം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് നിലകൊള്ളുന്നത്. ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തണുത്ത് പുതിയൊരു ഗ്രഹമായോ ചന്ദ്രനായോ മാറുവാൻ സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പരിണാമം തത്സമയം നിരീക്ഷിക്കാനുള്ള അപൂർവ അവസരമാണ് ഈ കണ്ടെത്തലിലൂടെ വാനശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.